പാസ്പോർട്ട് അപേക്ഷാ നിരക്കുകൾ വർദ്ധിപ്പിച്ചത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. അപേക്ഷാ ഫീസിൽ നേരത്തെയുള്ളതിൽ നിന്ന് വലിയ മാറ്റത്തോടെയാണ് പുതിയ നിരക്കുകൾ. കുവൈത്തിൽ ഇന്ത്യൻ എംബസി കോൺസുലർ സേവനങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഔട്ട്സോഴ്സ് സേവനദാതാവിലും ഇന്നു മുതൽ മാറ്റം വരും. നേരത്തെയുള്ള സേവനദാതാക്കളായ BLS ഇന്റർനാഷണൽ സർവീസസ് ലിമിറ്റഡിന് പകരം ഡ്യൂ ഡിജിറ്റൽ ഗ്ലോബൽ ലിമിറ്റഡ് ആയിരിക്കും ഇനി സേവനങ്ങൾ നൽകുക. കോൺസുലർ സേവനങ്ങൾക്കും ഇന്നു മുതൽ നിരക്ക് വർധനയുണ്ട്. പുതിയ നിരക്കുകൾ പ്രകാരം 18 വയസ്സും അതിൽ കൂടുതലുമുള്ള അപേക്ഷകർക്ക് 36 പേജുള്ള പാസ്പോർട്ടിനും പുതുക്കുന്നതിനും സാധാരണ സ്കീമിൽ 2500 രൂപ ചെലവാകും. നേരത്തെ ഇത് 1500 രൂപയായിരുന്നു. തൽക്കാൽ നിരക്ക് 3500 രൂപയിൽ നിന്ന് 5000 രൂപയായും വർദ്ധിക്കും. 60 പേജുള്ള പാസ്പോർട്ടിന്റെ നിരക്ക് സാധാരണ വിഭാഗത്തിൽ 2000 രൂപയിൽ നിന്ന് 3500 രൂപയായും തൽക്കാൽ വിഭാഗത്തിൽ 4000 രൂപയിൽ നിന്ന് 6000 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്ത പാസ്പോർട്ടുകൾക്ക് പകരം പുതിയത് ലഭിക്കുന്നതിനായി അപേക്ഷിക്കുന്നവരും കൂടുതൽ തുക നൽകേണ്ടി വരും. 36 പേജുള്ള പാസ്പോർട്ടിന് സാധാരണ സ്കീമിൽ 5000 രൂപയും തൽക്കാൽ സ്കീമിൽ 7500 രൂപയും നൽകണം. അതേസമയം 60 പേജുള്ള പാസ്പോർട്ടിന് യഥാക്രമം 6000 രൂപയും 8500 രൂപയും ആയിരിക്കും നിരക്ക്. 18 വയസ്സിന് താഴെയുള്ള അപേക്ഷകർക്ക് പുതിയതോ പുതുക്കിയതോ ആയ 36 പേജുള്ള പാസ്പോർട്ടിന് സാധാരണ സ്കീമിൽ 1750 രൂപയും തത്കാൽ സ്കീമിൽ 4250 രൂപയും ചെലവാകും. പ്രായപൂർത്തിയാകാത്തവരുടെ നഷ്ടപ്പെട്ടതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയ പാസ്പോർട്ടുകൾക്ക് പകരം പുതിയത് ലഭിക്കുന്നതിനുള്ള നിരക്ക് സാധാരണ വിഭാഗത്തിൽ 4250 രൂപയായും തൽക്കാൽ വിഭാഗത്തിൽ 6750 രൂപയുമാണ്. BLS ഇന്റർനാഷണലിന് പകരം ഡ്യൂ ഡിജിറ്റൽ ഗ്ലോബൽ ലിമിറ്റഡ് എത്തുന്നതോടെ സർവീസ് നിരക്കിലും വലിയ വർധനയുണ്ട്. സർവീസ് ചാർജ് 1 ദിനാറിൽ നിന്ന് 6 ദിനാറായി ഉയരും.